സേവാഭാരതി കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിൽ വിഷുസദ്യ നൽകി. നീതി മെഡിക്കൽ ബോർഡ് ഡയറക്ടർ അഡ്വക്കേറ്റ് പി അരവിന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കഴിഞ്ഞ 20 വർഷമായി സേവാഭാരതി കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിൽ മുടങ്ങാതെ ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട്. മുഴുവൻ രോഗികൾക്കും സഹായികൾക്കും ജീവനക്കാർക്കുമാണ് ഇത്തവണ വിഭവസമൃദ്ധമായ വിഷുസദ്യ നൽകിയത്. ചടങ്ങിന്റെ ഉദ്ഘാടനം നീതി മെഡിക്കൽ ബോർഡ് ഡയറക്ടർ അഡ്വക്കേറ്റ് പി അരവിന്ദൻ നിർവഹിച്ചു. നമ്മളിവിടെ ചേർന്നിരിക്കുന്ന ഇത് സേവാഭാരതിയുടെ 1,70,70,000 പദ്ധതിയിലെ ഒരു പദ്ധതി മാത്രമാണ്. 1,70,70,000 പദ്ധതികളിലെ ഒരു പദ്ധതി മാത്രമാണ്. അപ്പോൾ സേവാഭാരതിയിലെ വിശ്വരൂപം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 2, ഞാൻ ഈ സംസാരിക്കുന്നതിനിടയിൽ ഇന്ത്യയിൽ ഏകദേശം ഭാരതം മൊത്തം 1500ഓളം സേവാഭാരതിയുടെ ആംബുലൻസുകൾ പദ്ധതി രോഗികളെയും കൊണ്ട് പോവുകയാണ്. 350ഓളം കളക്ഷൻ സെൻ്ററുകളുണ്ട്. രോഗികൾക്ക് ഈ പാവപ്പെട്ടവർക്കും കൊടുക്കേണ്ട മരുന്ന് കളക്ട് ചെയ്യേണ്ട 350 സെൻ്ററുകളിൽ സേവാഭാരതി വളണ്ടിയർമാർ ഇരിക്കുകയും മരുന്ന് ശേഖരിക്കുകയും ചെയ്യുകയാണ്. ഇന്ത്യയിലെ വനവാസ മേഖല എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് മേഖലകളിൽ എത്രയോ വീട്ടമ്മമാരുടെ കുടങ്ങളിൽ ഇപ്പം സേവാഭാരതി വെള്ളം നിറച്ചു കൊടുക്കുന്നുണ്ടാവും. ചേരി നിവാസികൾ, അനാഥരായവർ, ആശ്രിതയില്ലാതെ ഇവരെടുത്തെല്ലാം കൂട്ടിരിക്കുന്നതും സേവാഭാരതിയാണ്. പക്ഷെ സേവാഭാരതി പ്രവർത്തകർ അവരെ ജീവനും അവരുടെ തൊഴിലും സമ്പത്തും എല്ലാം കളഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളും ഞങ്ങളിത് ചെയ്തു എന്ന് അവകാശപ്പെടുന്നു. സേവാഭാരതി പ്രസിഡന്റ് KV ലക്ഷ്മണൻ അധ്യക്ഷനായി. ജില്ലാ കാര്യവാഹ് ബാബു പുല്ലൂർ, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് അംഗം A വേലായുധൻ, ജില്ലാ പ്രസിഡന്റ് ദിനേശൻ, ജില്ലാ ജനറൽ സെക്രട്ടറി സംഗീത വിജയൻ നീലേശ്വരം, മുനിസിപ്പൽ കൌൺസിലർ N അശോക് കുമാർ, പ്രകാശൻ ഗിരിജ ജ്വല്ലറി, ഗുരുദത്ത്, പ്രശാന്ത് സൌത്ത് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി K ബാലകൃഷ്ണ സ്വാഗതവും വൈസ് പ്രസിഡന്റ് V രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.